പറയൂ സർ. എന്താ വിജി, നമ്മൾ ഇത്ര അടുത്തില്ലേ, പിന്നെ എന്തിനാ സാറെന്നൊക്കെ വിളിക്കുന്നത്? നോക്ക്, ഒന്നുകില് സന്തോന്ന് സ്നേഹത്തിൽ വിളിക്ക്, അല്ലെങ്കിൽ മാധവാന്ന് ഇഷ്ടത്തോടെ വിളിക്ക്. വിജി എന്ത് വിളിച്ചാലും എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഇത് പറയാനാണോ ഇപ്പൊ വിളിച്ചത്? ഇതാണ് വിജിയുടെ ഒരു ചീത്ത സ്വഭാവം, ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നത്. ഞാൻ വിളിച്ചത് അതിനൊന്നും അല്ല. നമ്മുടെ ഷോപ്പിൽ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഒരു ജെൻ സെക്ഷൻ ഉണ്ട്. അവിടെ ഒരു ലേഡി സൂപ്പർവൈസറാ ഉള്ളത്. അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാ വിളിച്ചത്. എന്താ ജെൻ സെക്ഷനിൽ ലേഡി സൂപ്പർവൈസർ എന്നായിരിക്കും ആലോചിച്ചല്ലേ? അവര് ഭയങ്കര ടെററായിട്ടുള്ള ആളാ, പക്ഷെ വളരെ നല്ല സ്ത്രീയാ. ജോലിയിൽ അവര് സിൻസിയറാ. അവരെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. മുകളിലേക്ക് പോവാം. എന്താ കാണിച്ചു വെച്ചിരിക്കുന്നേ? നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ദിവസം ലീവ് എന്ന് പറഞ്ഞിട്ട് 9 ദിവസം വരാതിരുന്ന എന്താ ചെയ്യാ? ഇവിടെയുള്ള ലേഡി സ്റ്റാഫ്സ് എന്ത് കൃത്യമായിട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? ആണുങ്ങളാന്ന് പറഞ്ഞിട്ടെന്താ? എന്തേലും ഉത്തരവാദിത്വം ഉണ്ടോ? സച്ച് എ യൂസ്ലെസ് ഫെല്ലോസ്. ഒരു ശകലം പോലും മനസാക്ഷിയില്ല. ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ. ഏയ് അച്ഛാ, അച്ഛാ. വിജി, ഞങ്ങളെ തനിച്ചാക്കി നീ എവിടെയാ മോളെ പോയത്? ഒന്നങ്ങോട്ട് മാറിന്നേ. എന്ത് ധൈര്യത്തിലാ നീ ഇങ്ങോട്ട് വന്നത്? മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ തനി സ്വഭാവം നീ ഇപ്പൊ ഇവിടെ കാണും. ഇല്ല ചേട്ടാ. ഇവൾക്ക് വക്കാലത്തും പറഞ്ഞ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. ചേച്ചി കണ്ടിട്ട് പാവം തോന്നുന്നു. നമ്മളായിട്ട് വേദനിപ്പിക്കണ്ട, അകത്തോട്ട് വരാൻ പറ. നാട്ടുകാർ മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുക. എടി, എന്ത് വിശ്വാസത്തിലാ നിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ കയറ്റുമെന്ന് നീ വിചാരിച്ചത്? ഒരല്പമെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ നീ വരില്ലായിരുന്നു. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. നീ മരിച്ചു പോയെന്ന് കരുതി ഞങ്ങൾ ജീവിച്ചോളാം. വീട്ടുവാതൊക്കെ വന്ന് കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞാ ഞങ്ങൾ നിന്നെ വീട്ടിലേക്ക് കയറ്റുന്ന വിചാരിച്ചോ? നിന്റെ കള്ളക്കണ്ണീര് കണ്ട ചിലപ്പോ നിന്റെ അച്ഛന് സങ്കടം ഉണ്ടായേക്കാം. ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. എടി, എന്തിനാടി ഇങ്ങോട്ട് വന്നേ? ഞങ്ങളൊക്കെ ജീവനോടെ ഉണ്ടോ അതോ ചത്തുപോയെന്ന് അറിയാൻ വേണ്ടി വന്നതാണോ? അമ്മേ, എന്തൊക്കെയാ പറയുന്നത്? എടുത്തു ചാടല്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാടി? നീ കേട്ടില്ലല്ലോ. നിന്റെ ഇഷ്ടപ്രകാരം നീ തന്നെയല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത്? പ്രായപൂർത്തിയായ പെണ്ണ് വീട് വിട്ട് ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുമ്പോണ്ടാവുന്ന നാണക്കേട് നീ പോയപ്പോഴാ മോളെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത്. പൊടി, ഞങ്ങൾക്ക് നിന്നെ വേണ്ട. അമ്മേ, ഞങ്ങളുടെ മോള് വിജയലക്ഷ്മി മരിച്ചു പോയത് കരുതിക്കോളാം. ദയവ് ചെയ്തത് പോകുന്നുണ്ടോ ഇവിടുന്ന്? അമ്മ പറഞ്ഞതാ ശരി. എടി, എന്റെ കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തോണ്ട് അതിന് നാണക്കേട് മുഴുവൻ അനുഭവിച്ച ഞാനാ. എന്നെ വിശ്വസിച്ച് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചോളാ. ഇവളോട് ഞാൻ എന്താ പറയാ? ഞാൻ പറയാൻ വരുന്നത് ദയവായി ഒന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ട. നീ പറയുന്നതൊന്നും കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നീ ഈ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കിയവളാ. നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയവളാ. ഇവിടെ നിൽക്കരുത്, പൊയ്ക്കോ നീ. എന്താടി പറഞ്ഞത് കേട്ടില്ലേ? പോടി. മോളെ, എന്താ രണ്ടുപേരും പ്രേതത്തെ കണ്ടപോലെ മിഴിച്ചു നിൽക്കുന്നേ? ലാവണ്യ മാഡം, ഈ കുട്ടിയുടെ പേര് വിജയലക്ഷ്മി. തേക്കടിന്ന് വന്നിരിക്കല്ലേ? നമ്മുടെ കടയിൽ പുതിയതായിട്ട് വന്ന സ്റ്റാഫാ. പാവം,
ഭർത്താവ് വിട്ടിട്ട് പോയെന്നാ തോന്നുന്നത്. ഒരു പെൺകുട്ടിയായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ തേക്കടിയിലുള്ള വലിയ മുതലാളിയില്ലേ, അദ്ദേഹം പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാ. വളരെ നല്ല സ്വഭാവ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഫ്രണ്ട്സ് ആയിക്കോ. മാഡം, 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 എന്താ രണ്ടുപേരും സംസാരിക്കാതെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഇനി വേറെ വല്ല പ്രശ്നം ഉണ്ടായിരിക്കോ? ശരി, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേ. എനിക്ക് ഗോഡൌണിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്നാൽ എന്താ ഇതൊന്നും മനസ്സിലാവുന്നില്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ. സന്തോഷ്, മാഡം, കുറച്ച് വെള്ളം ഇങ്ങെടുത്ത്. ശരി മാഡം. നീ ഇപ്പോഴും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? അപമാനം താങ്ങാനാവാതെ നീ ജീവൻ ഒടുക്കിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയ. അതെങ്ങനെയാ? നിനക്ക് അല്പമെങ്കിലും നാണോ മാനോ ഉണ്ടായിട്ട് വേണ്ടേ? എന്ത് ധൈര്യത്തിലടി നീ ഇങ്ങോട്ട് കയറി വന്നേ? പഴയ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. എല്ലാം എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുക. ഈ നാട്ടിലെങ്ങും നിനക്ക് വേറെ കടയെ കിട്ടിയില്ലേ? ഞാൻ ഈ കടയിൽ ജോലി ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ടല്ലേ എന്നെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നേ? നിന്നെ ഇനി കാണരുതെന്ന് കരുതി ഞാനും നിന്റെ ചേട്ടനും എന്റെ ഭർത്താവും വിചാരിച്ചുകൊണ്ടിരുന്നതാ. എന്നിട്ട് എന്റെ മുന്നിൽ തന്നെ വന്നല്ലോ നീ. ഞങ്ങൾ താമസിക്കുന്ന നാട്ടില് നീ ഉണ്ടാവാനേ പാടില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നീ ജോലിക്ക് വന്നാ നിന്നെ ഞാൻ വെറുതെ വിടുവോ? നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കുന്നത് എങ്ങനെയാന്ന് നീ കണ്ടോ? പറഞ്ഞു കഴിഞ്ഞോ? അതല്ല, ഇനിയും പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അല്ല, ഞാൻ ഇവിടെ വരണോ വരണ്ടയോ എന്ന് പറയാൻ നിങ്ങൾ ആരാ? നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ജോലിയിൽ ജോയിൻ ചെയ്യില്ലായിരുന്നു. എന്ന് വെച്ച് എനിക്ക് കിട്ടിയ ജോലി ഞാൻ വിട്ടിട്ട് പോവാനും പോകുന്നില്ല.